അടുത്തതായി നമുക്ക് മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഓഡിയോ സ്വാമാണ്. സ്വാമാണ് നമുക്ക് വയലിൻ സാക്സ് ഒക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് ഉരുട്ടി വായിക്കാൻ സഹായിക്കുന്ന ഒരു VST ഫയൽ എന്ന് പറയുമ്പോൾ ഓഡിയോ ആണ്. അത് ഓഡിയോ മോഡലിംഗ് സ്വാമാണ്. സ്വാം മോഡൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആദ്യം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഡൗട്ടുള്ളവർക്ക് ഇത് നോക്കി ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലാത്ത പക്ഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് നമുക്ക് ഇൻസ്റ്റാളേഷൻ എടുക്കുക. ഇത് ഓരോന്നും തനിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെ ഓരോന്നോരോന്നും ഞാനിപ്പോൾ സോം സെല്ല ചെയ്തു. ഇവിടെ സോം ക്ലാരിനെറ്റ്, അങ്ങനെ ഓരോന്നോരോന്നും ഇൻസ്റ്റാൾ ചെയ്യാം. ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബാക്ക് വരിക. അതിനുശേഷം ഇൻസ്ട്രക്ഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. ഇതിലുണ്ട് ആദ്യം ഇത് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം റീപ്ലേസ് ദ പ്ലഗിൻസ് ആൻഡ് സ്റ്റാൻഡ് ലോൺ ഫ്രം KD macOS ലൈബ്രറി എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ സെക്കൻഡിൽ പറയുന്നത് നമുക്ക് ഇതിലുള്ള പ്ലഗിൻസുകൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. അത് ആദ്യം KD ഓപ്പൺ ആക്കുന്നു. അതിൽ റീപ്ലേസ് പ്ലഗിൻസ്, അതായത് VST3നെ നമുക്ക് macOS ലൈബ്രറി ആപ്ലിക്കേഷനിലുള്ളത്, അതായത് macOSൻ്റെ ലൈബ്രറി ഓഡിയോ പ്ലഗിൻസ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞ പോർഷനിലോട്ട് കോപ്പി ചെയ്യുക. സിമ്പിൾ പരിപാടിയാണ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ Macintosh HD ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഓഫ് ഇൻ്റർഫേസ് വരും. അതിൽ macOS ലൈബ്രറി ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഓഡിയോ, അതിലുള്ള പ്ലഗിൻസ് ചെയ്തതിനു ശേഷം അത് തന്നെ കമ്പോണൻസ് പോവാം. അപ്പോൾ അത് നമുക്ക് പ്ലഗിൻസ് വരുന്നു. പ്ലഗിൻസ് വരുന്നതിൽ തന്നെ കമ്പോണൻസ് VST3 ഇവിടെ ഉണ്ട്. കമ്പോണൻസ് VST3 ഇത്രയും കോപ്പി ചെയ്യാം. അപ്പോൾ നമുക്ക് VST VST നമുക്ക് ഇത്രയും കോപ്പി ചെയ്തതിനു ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ടോ VST3 കണ്ടോ
അപ്പോൾ SWAM VST എടുക്കുന്നു. ഇതിനെ കൺട്രോൾ A അല്ലെങ്കിൽ നമ്മൾ കമാൻഡ് A കൊടുക്കുന്നത് ഓൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ റീപ്ലേസ് കൊടുക്കുന്നു, അപ്ലൈ ടു ആൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം റീപ്ലേസ്, പാസ്വേഡ് വീണ്ടും കൊടുക്കുക. ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ക്ലീനപ്പ് നെയിം എന്ന് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ക്ലീനപ്പായി നിൽക്കും. അതിനുശേഷം ക്ലിക്ക് ചെയ്യുക. അടുത്ത SWAM VST3 നമുക്ക് കോപ്പി ചെയ്യേണ്ടതുണ്ട്. വീണ്ടും മാക്കിൻടോഷ് ലൈബ്രറി ഓഡിയോ, അതിൽ പ്ലഗിൻസ് VST3 എടുക്കുന്നു, ഇവിടെ എടുക്കുന്നു, സെലക്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് കൊണ്ടിടുന്നു, റീപ്ലേസ്, വീണ്ടും പാസ്വേഡ് ചോദിക്കുന്നു, പാസ്വേഡ് കൊടുക്കുക. ക്ലീനപ്പ് മൈ നെയിം. അടുത്ത് നമുക്കുള്ളത് SWAM AU എന്നൊരു കുറച്ച് ഫയൽസാണ് നമുക്കുള്ളത്. അത് നമ്മുടെ കമ്പോണൻറ്റിനകത്ത് പേസ്റ്റ് ചെയ്യാം. SWAM AU അതും കമാൻഡ് A പ്രദേശം ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു. അപ്ലൈ ടു ആൾ, റീപ്ലേസ് ക്ലീനപ്പ്. അപ്പോൾ നമ്മൾ കമ്പോണൻസും മറ്റു കാര്യങ്ങളെല്ലാം കോപ്പി ചെയ്തു. കമ്പോണൻസിന് മറ്റു കാര്യങ്ങളും SWAM VST നമ്മൾ ഇട്ടിട്ടു, VST കൊണ്ടിട്ടു. SWAM AX ഉണ്ട്. ഇനി SWAM AX കാനുള്ളത്. അപ്പോൾ SWAM AX ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഫോൾഡർ ഓപ്പൺ ആക്കി ഇടുക. അതിനുശേഷം നമ്മുടെ മാക്കിൻടോഷിൽ വന്നതിന് ശേഷം താഴെയുണ്ട് macOS ലൈബ്രറി ആപ്ലിക്കേഷൻ സപ്പോർട്ട് ആവിഡ് പ്ലഗിൻ AF, അതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അത് നമുക്ക് ബാക്ക് വരാം. വീണ്ടും ആപ്ലിക്കേഷൻ അതിൽ ഉണ്ട് macOS ലൈബ്രറി, macOSൽ എടുത്തു, അതിൽ ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഇതെടുത്തു, അതിൽ ആവിഡ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ആക്കി, അതിൽ പ്ലഗിൻസ് AX ഫയൽ ഓഡിയോ പ്ലഗിൻസ് ഇതിനകത്ത് നമുക്ക് ഇത്രയും കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ കൺട്രോൾ A സെലക്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇടുക. വേറെ ഒന്നുമില്ല, എളുപ്പമാണ്. അപ്ലൈ ടു ആൾ, റീപ്ലേസ്, പിന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ശേഷം വീണ്ടും ബാക്ക് വരിക. ഇത് കണ്ടോ, ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഫോൾഡർ ഉണ്ട്, ഓഡിയോ മോഡലിംഗ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ഇപ്പോൾ ആയ ഭാഗത്തുള്ള ഫയൽ റീപ്ലേസ് ചെയ്യുക എന്നുള്ള ധർമ്മമാണ്. അത് വളരെ എളുപ്പമാണ്. ശേഷം നമുക്ക് പ്ലഗിൻസ് ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് കൊടുക്കുക. ക്ലീനപ്പ് കൊടുത്ത ശേഷം ഇവിടെ ഈ ഭാഗത്ത് നമ്മളിപ്പം C ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്, അതിൽ തന്നെ ഡ്രാഗ് ചെയ്ത് താഴോട്ട് പോയി. എനിക്കിവിടെ കുറച്ച് ഒരുപാട് പാർട്ടീഷൻസ് കൂടുതലാണ്, ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ആപ്ലിക്കേഷൻ ഫോൾഡർ വരിക. ആപ്ലിക്കേഷൻ ഫോൾഡർ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മുകളിൽ വരുന്ന സമയത്ത് ഇതേ ഇടമുണ്ട് ഓഡിയോ മോഡലിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇഷ്ടമുള്ളത്, ഞാനിപ്പോൾ നിലവിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടി 1-2 മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അത് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഞാൻ SWAM സെല്ലോ കൊടുക്കുന്നു. സെല്ലോ കൊടുത്തതിന് ശേഷം ഇവിടെയുള്ള സെല്ലോ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ഇടുന്നു. അപ്പോൾ റീപ്ലേസ്, വീണ്ടും പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ശരി, SWAM സെല്ലോ കൊടുത്തെങ്കിൽ അടുത്ത് ഞാൻ എന്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അത് ചെക്ക് ചെയ്യുക. SWAM ക്ലാരിനെറ്റ്. അപ്പോൾ ഇവിടെ SWAM ക്ലാരിനെറ്റ് എടുക്കുക, കൊണ്ടുക. അടുത്ത് SWAM ഡബിൾ ബാസ്, SWAM ഫ്ലോട്ട്, SWAM saxophone. SWAM violin. ഇത്രയാണ് ഞാൻ നിലവിൽ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എല്ലാം ഇതുപോലെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്ന് ക്ലീനപ്പ് ടോട്ടൽ ചെയ്യുക. ഇവിടെയും ക്ലീനപ്പ് ചെയ്യുക.
പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ആപ്ലിക്കേഷൻ താഴെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓഡിയോ മോഡലിംഗ്. കണ്ടോ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതെല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും.